ഇന്ന് നമുക്കൊരു അടിപൊളി സാരിയിലൊക്കെ ക്രിയേറ്റ് ചെയ്താലോ? അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ഹായ്, ഐ ആം ജോസ്ന. ഐ എം എ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ നിങ്ങളുടെ ബ്രൈഡൽ ഡേക്ക് വേണ്ടി നിങ്ങളുടെ ഡ്രീം മേക്ക് ഓവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലീസ് കോൺടാക്ട് മീ. നമ്മൾ ഓൾ കേരള സർവീസ് അവൈലബിൾ ആയിരിക്കും. ഹേ ഡിയേഴ്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് വീഡിയോ ഒരു സാരി ലുക്കാണ്. ഒരു ഇൻഡിഗോ സാരി വെയർ ചെയ്തിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഞാൻ ഓൾറെഡി ലെൻസ് വെയർ ചെയ്തിട്ടുണ്ട്. ലെൻസ് ഏതാന്ന് ചോദിച്ചാൽ ഇത് O2 Max എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെൻസ് ആണ്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കുറെ നാൾ മുമ്പ് ഞാൻ ഇതിന്റെ ഷെയ്ഡ് കണ്ടപ്പോൾ മേടിച്ചു വെച്ചാട്ടോ. അപ്പൊ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് മാർബിൾ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. പക്ഷെ എനിക്ക് ഇഷ്ടമായി. ഒരു ബ്ലൂയിഷ്, ഒരു ഗ്രേയിഷ് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ ഡിയാൽബേന്റെ സെറ്റിംഗ് സ്പ്രേ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഇത് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും കയ്യിൽ മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു സെറ്റിംഗ് സ്പ്രേ ആണ്. നല്ല ഡൂയി ഫിനിഷിംഗ് തരുന്ന ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് മേക്കപ്പിന് മുമ്പും മേക്കപ്പിന്റെ ഇടയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്രേ ആണ്. ഇത് തീർന്നുണ്ട്, അടിയിൽ കുറച്ചും കൂടി ഉള്ളൂ. പുതിയത് ഇനി സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ ഇത് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവേ. നല്ല ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നല്ലൊരു എന്താ പറയാ, ഒരു മോയ്സ്ചർ ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. നല്ലൊരു ഡൂയി ലുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതാ ഈ മോയ്സ്ചറൈസർ ആണ്. ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസറാ. എല്ലാവരുടെയും കയ്യിൽ ഇപ്പൊ ഇതുണ്ട്. ഇത് അടിപൊളി മോയ്സ്ചറൈസർ ആണ് കേട്ടോ. പ്രത്യേകിച്ച് നല്ല ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഈ മോയ്സ്ചറൈസർ അടിപൊളിയായിരിക്കും. ഇത് എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. ഓയിലി സ്കിൻ ആണെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് യൂസ് ചെയ്യാം. ഇത് അടിപൊളി മോയ്സ്ചറൈസറാ. മേക്കപ്പ് നന്നായിട്ട് ലോക്ക് ചെയ്യും കേട്ടോ. നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമറും കൂടെയാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മോയ്സ്ചറൈസറിൻ്റെ അകത്തൊരു തരി ഉണ്ട്. അതെനിക്ക് ഇങ്ങനെ നമ്മൾ ശരിക്കും കയ്യിലിട്ട് നന്നായിട്ട് ഇങ്ങനെ, എനിക്ക് എല്ലാ മോയ്സ്ചറൈസറിലും ഇതിന്റെ തന്നെ എല്ലാ മോയ്സ്ചറൈസറും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് കിട്ടേണ്ടത് ഇങ്ങനെ ഒരു തരി ഉണ്ട്. ഇങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. ഇങ്ങനെയാണോ അതോ വെറുതെ ക്രീം പോലെയാണോ? എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു തരി പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കയ്യിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. എനിക്ക് യൂസ് ചെയ്യുമ്പോൾ ബ്രൈഡ്സിനാകുമ്പോൾ ഞാൻ മറ്റേ പാലറ്റിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടേ ഫേസിൽ അപ്ലൈ ഉള്ളൂ. ഇല്ലെങ്കിൽ ഒരു തരി, പിന്നെ അത് നന്നായിട്ട് മസാജ് ചെയ്ത് കഴിയുമ്പോൾ അത് പോവും. പക്ഷെ അത് കുറച്ച് ടാസ്ക് ആണ്. സോ കയ്യിലൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാം. എനിക്ക് അപ്ലൈ ചെയ്യാവേ. ഇത് ഇടുമ്പോൾ തന്നെ നല്ല ഒരു ക്ലാസിക്കൽ എഫക്റ്റ് ആണ് കേട്ടോ. കണ്ടോ? ഇട്ടതും ഇടാത്ത സൈഡും കണ്ടു. ഭയങ്കര ഒരു ഡൂയി ഫിനിഷ് ആയി മോയ്സ്ചറൈസറെ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെൽഫായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ മേളിൽ ഇനി പ്രൈമറിന്റെ ഒന്നും ആവശ്യമില്ല. ഈ മോയ്സ്ചറൈസർ മാത്രം മതി. ഇത് മോയ്സ്ചറൈസർ പ്ലസ് പ്രൈമറും കൂടിയാണ്. കണ്ടോ? ഫേസിന് വന്നൊരു ഗ്ലോ കണ്ടു. നെക്സ്റ്റ് നമുക്ക് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഈ അണ്ടർ ഐ, ഈ അപ്പർ ലിപ്പിന്റെ ഏരിയയിലേക്ക് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന മറ്റേ അഫ്ലൈസയോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡില്ലേ. ഇത് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്ന കറക്റ്റ് ആണോ എന്നറിയില്ല. ഞാൻ എന്തായാലും ഇത് ഞാൻ ടാഗ് ചെയ്തേക്കാം. പ്രൊഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഏതൊക്കെ പ്രൊഡക്ട്സ് ആണുള്ളത്. അപ്പൊ ഇതിന്റെ ഷെയ്ഡും ഇതിൻ്റെ അകത്തില്ല. കാരണം എവിടെ നമ്പർ ഒന്നും ഇല്ല. എനിക്കൊന്നും ഇതിന്റെ കവറിലായിരിക്കും. കവർ ഉണ്ട്, ഇത് മിസ്സായി. അപ്പം ഷെയ്ഡ് പറഞ്ഞു തരാൻ എൻ്റെ അത് ഷെയ്ഡില്ല. പക്ഷെ നല്ല കൺസീലറാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? ഈ ലീക്ക്, ഭയങ്കര ലീക്കാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഇത് അടച്ചു നോക്കുമ്പോൾ ഇതിന്റെ ചുറ്റിനും ആവും. വളരെ ലൈറ്റ് ആയിട്ട് മതി കേട്ടോ. നമ്മൾ കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്ന അത്ര അടിപൊളിയായിട്ട് നമുക്ക് ഒരു ബ്രഷ് കൊണ്ടും ഒരു ബ്യൂട്ടി ബ്ലെൻഡറും കൊണ്ടും ബ്ലെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ എനിക്ക് സെൽഫായിട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് കൈ കൊണ്ടാണ് ബ്ലെൻഡ് ചെയ്യാറ്. അതേപോലെ ജസ്റ്റ് ഈ മേൽഭാഗത്തും ലൈറ്റായിട്ടൊന്ന് കൺസീൽ ചെയ്യാതെ. ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് ഡാർക്ക് സർക്കിൾ ഉള്ളവർ ഓറഞ്ച് എലക്ടർ യൂസ് ചെയ്തിട്ട്
ഇത് ചെയ്യുക. പിന്നെ എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമന്റ് വന്നതാണ്, ഓറഞ്ച് ക്യാരക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മേളിൽ ഡയറക്റ്റ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവുന്ന. അത് ഓരോരുത്തരുടെ പിഗ്മെന്റേഷൻ അനുസരിച്ചിരിക്കും. അത് ഡാർക്ക് പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് ഓറഞ്ച് ക്യാരക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മേളിൽ ഒരു കൺസീലർ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഓരോരുത്തർ ആപ്ലിക്കേഷൻ ഓരോ രീതിയിലാണല്ലോ. ഞാൻ നോർമലി അതെൻ്റെ ഒരു ഓരോ സ്കിന്നും ഓരോ ഇത് മൂടനുസരിച്ചിരിക്കും. അപ്പോൾ ഞാൻ നോർമലി യൂസ് ചെയ്യാറ് ഓറഞ്ച് ക്യാരക്ടർ ഇട്ടിട്ട് നേരെ ഫൗണ്ടേഷനിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യാം. അതായത് ലൈറ്റ് ആയിട്ട് ഓറഞ്ച് ക്യാരക്ടർ ആണെങ്കിൽ, ഭയങ്കര ഡാർക്ക് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ട വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൺസീലും കൂടെ ചെയ്തിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ ആ ഓറഞ്ച് ക്യാരക്ടറിൻ്റെ ആ ഒരു റെഡിഷ്നെസ് ചിലപ്പം എടുത്തറിയും. ഇനി നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ നമ്മുടെ ഡെർമ ഇല്ലേ, ഡെർമ കളർ. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, മേക്കപ്പിൻ്റെ ഇതിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും സൂപ്ര ഡെർമ. ഇതിനകത്ത് ഡെർമേൻ്റെ ഒരു ഫൗണ്ടേഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും കയ്യിൽ വേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ബേസ് ലൈറ്റായിട്ട് ബേസ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വർക്കാവും. അപ്പോൾ ഇത് ഭയങ്കര ഡ്രൈ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ഡൈലൂട്ട് ചെയ്യണമെങ്കിൽ ക്രയോണിൻ്റെ തന്നെ മേക്കപ്പ് ബ്ലെൻഡർ ഉണ്ട്. അത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഇടുക, നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. ഭയങ്കര ലാസ്റ്റിംഗ് ആണ് ഈ ഫൗണ്ടേഷൻ കേട്ടോ. എനിക്ക് കുറച്ച് എൻ്റെ ഷെയ്ഡിനേക്കാളും കുറച്ച് ബ്രൈറ്റാണ്. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് സ്കിന്നിലേക്ക് ബ്ലെൻഡ് ആവും. ഇത് പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ, ഡ്രൈ ആവുന്നതിന് മുന്നേ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്ട് നമ്മുടെ മെബിലൈൻ ഫിറ്റ്മീൻ്റെ 330 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഞാൻ ജസ്റ്റ് ഈ ബ്യൂട്ടി ബ്ലെൻഡറിൽ തന്നെ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് PACൻ്റെ ഐബ്രോ പാലറ്റാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പ് ചെയ്യാം കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ഹെവി ഐ മേക്കപ്പ് ഒന്നും അല്ല, സിമ്പിളായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പാലറ്റ് DRTൻ്റെ പാലറ്റാണ്. ഇത് അനീസ് അൻസാരിൻ്റെ ഓൺ ബ്രാൻഡാണ് കേട്ടോ. അപ്പം ഇതാണ് പാലറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ള നല്ല പാലറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ PACൻ്റെ പാലറ്റിൽ നിന്നാണ് ഷെയ്ഡ് എടുക്കാൻ പോകുന്നത്. PAC. അപ്പം നമുക്ക് ഈ ഒരു ഷെയ്ഡ് ജസ്റ്റ് ഈ ഐ ലൈൻ ചെയ്യില്ലേ, ആ ഒരു ഏരിയയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ.
ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഷെയ്ഡ് വെച്ചിട്ട് കണ്ണ് എഴുതിയ പോലെ ഒരു എഫക്റ്റ് ഒന്നിങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം. അപ്പം നെക്സ്റ്റ് നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കുന്നത് മെബിലൈൻ്റെ ഹൈപ്പർ കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മസ്കാരയാണ്. നമുക്ക് യൂസ് ചെയ്യാവേ. നമ്മൾ കണ്ണെഴുതുന്നില്ല, കണ്ണെഴുതാതെ ജസ്റ്റ് ഈ മസ്കാര വെച്ചിട്ടൊന്ന് മസ്കാര ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ വന്നോളേ. അപ്പോൾ ഞാൻ 2 കണ്ണിൽ നന്നായിട്ട് മസ്കാര ഇട്ടിട്ടുണ്ട് മേളിൽ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കാജലം കൊണ്ടുള്ളൊരു പരിപാടിയില്ല, കണ്ണെഴുതുന്ന പരിപാടികളൊന്നുമില്ല. അപ്പോൾ എല്ലാം നമ്മൾ ഈ ഐ ഷാഡോ ആൻഡ് മസ്കാര വെച്ചിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഷെയ്ഡ് തന്നെ എടുത്തിട്ട് കണ്ണിൻ്റെ ലോവർ ലാഷ് ലൈനിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ഈ മസ്കാര വെച്ചിട്ട് അടിയിലൊന്ന് നന്നായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഷെയ്ഡ് ചെയ്തിട്ട് വരാം. ഞാൻ കാരണം മിററിന് കുറച്ച് ലോങ്ങെല്ലാം നിൽക്കുന്നത്, അപ്പോൾ എനിക്ക് വലിയ കാണുന്നില്ല. അപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ട് വരാവേ. അപ്പം കണ്ണിൻ്റെ അടിയിലും കൂടെ മസ്കാര ഇട്ടപ്പം നല്ല ഭംഗിയില്ലേ. ഐ മീൻ എഴുതിയില്ലെങ്കിലും അങ്ങനത്തെ ഒരു എഴുതിയ എഫക്റ്റ് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ഈ കോമ്പാക്റ്റ് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. കാരണം ഐ മേക്കപ്പ് ചെയ്യാൻ നേരത്തെ ഞാൻ അവിടെ ഇവിടെയൊക്കെ പിടിച്ചായിരുന്നു. നമ്മുടെ ഐ മേക്കപ്പ് ഭയങ്കര സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടോ. വേണ്ടവർക്ക് കുറച്ച് ഗ്ലിറ്ററൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എനിക്ക് അങ്ങനെ ഗ്ലിറ്റർ ആഡ് ചെയ്ത് വലിയ താല്പര്യമില്ല. എന്നെ കുറച്ച് ആഡ് ചെയ്യാം അല്ലേ. ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഗ്ലിറ്റർ ആഡ് ചെയ്യുന്നുണ്ടേ. ജസ്റ്റ് വളരെ ലൈറ്റായിട്ട് കുറച്ച് ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഡിയാൽബേൻ്റെ ഇതിൻ്റെ അകത്തെ ഇതാ ഈ ഒരു ഗ്ലിറ്ററാണ്. നമ്മൾ ഐ മേക്കപ്പ് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗ്ലിറ്ററൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലിറ്റർ ആഡ് ചെയ്തവർക്ക് ആഡ് ചെയ്യാം, വേണ്ടാത്തവർക്ക് വേണ്ട. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്ലിറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. നമുക്ക് കുറച്ച് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ. അപ്പം ഞാൻ മാക്കിൻ്റെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് മിസ് ക്ലെയറിന്റെ ഒരു ഡാർക്ക് ലിപ് ലൈനർ ആട്ടോ. നമുക്ക് ഇതും കൊണ്ടൊന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുക്കാറേ. ഡാർക്ക് എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കാണ്. മെബിലൈന്റെ ടച്ച് ഓഫ് സ്പൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നമുക്കൊന്ന് അപ്ലൈ ചെയ്താലോ. ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാത്ത കോംബോ ആണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഡാർക്ക് ലിപ് ലൈനർ യൂസ് ചെയ്തുകൊണ്ട് ഈ ലിപ്സ്റ്റിക് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് പെയിന്റ് അടിച്ചു പോലെ ഇരിക്കും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ലിപ് ഗ്ലോസ് ഇട്ടാലോ. അപ്പൊ ഞാൻ ടിപ്സി ബ്യൂട്ടിന്റെ ഈ ലിപ് ഗ്ലോസ് ആണ് ഇടുന്നത്. ഈ ലിപ് ഗ്ലോസ് ശരിക്കും പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടാതെ തന്നെ ഈ ലിപ് ഗ്ലോസ് അപ്ലൈ ചെയ്യണം. നമ്മുടെ pH-നനുസരിച്ച് നമുക്ക് ലിപ്പിൽ നല്ലൊരു പിങ്കിഷ് ഷെയ്ഡ് വരും. നമുക്ക് ഈ ലിപ് ഗ്ലോസ് ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഞാനിപ്പോൾ ഹെയർ സെറ്റ് ചെയ്ത് നമ്മുടെ മേക്ക് മീ ബോണ്ടിന്റെ ഈ ഹോട്ട് എയർ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ സാരിയൊക്കെ എടുത്തു. സാരിക്ക് ചേരുന്ന സിൽവർ ഓർണമെൻറ്റ്സ് ആട്ടോ നമ്മൾ വെയർ ചെയ്തേക്കുന്നത്. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതേപോലെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും മേക്കപ്പിൻ്റെ വീഡിയോസ്, ഇനിയും ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അതേപോലെ കുറേ വെറൈറ്റി മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എല്ലാവരും പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.